ഈ പാരമ്പര്യമായി സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. നമുക്ക് സ്ട്രോക്കിൻ്റെ പല റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഒരിക്കലും മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത ഏറ്റവും അപകടം പിടിച്ചൊരു റിസ്ക് ഫാക്ടറാണ് ഫാമിലിയൽ റിസ്ക് ഫാക്ടർ. നമ്മുടെ കുടുംബത്തിൽ ഹൃദയാഘാതങ്ങളോ അല്ലെങ്കിൽ സ്ട്രോക്കോ ഹെമറാജോ കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ പ്രായം അടുക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയും, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഇവർക്ക് ആർക്കെങ്കിലുമൊക്കെ സ്ട്രോക്കോ ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ അതേ പ്രായമാകുമ്പോൾ നമുക്കും അത് വരാനുള്ള ഹൈ റിസ്ക് ഉണ്ട്. അപ്പം കാരണം പ്രത്യേക ഒരു ജനിതകമായിരിക്കും നമ്മുടെ മുൻ തലമുറയിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടാവുക, നമുക്കും അതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ചില കേസുകളുണ്ട്, തലച്ചോറിലുണ്ടെന്ന് അന്യൂറസം എന്ന് പറയും, രക്തക്കുഴലിലുള്ള വീക്കം. ഈ അന്യൂറസം ഹൈലി ജനറ്റിക്കായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ആയിട്ടുള്ളവർക്ക് അന്യൂറസം എന്ന് പറഞ്ഞാൽ രക്തക്കുഴലിൽ ഒരു ബലൂൺ പോലെ ഒരു വീർപ്പ് വന്നിട്ട് പൊട്ടുക. അപ്പം അത് നമ്മുടെ ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് നമ്മുടെ സഹോദരനോ അച്ഛനോ അമ്മയ്ക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനും ഒരു തലയുടെ ആൻജിയോഗ്രാം എടുത്ത് നോക്കണം. കാരണം അതിലൊരു നല്ലൊരു ശതമാനം ആൾക്കാർക്കും അപകടം. ഏത് പ്രായത്തിൽ അങ്ങനെ എടുത്ത് നോക്കണം? ഇപ്പോൾ നമ്മുടെ പേരൻസിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ എടുത്തു നോക്കണം, ഇമ്മീഡിയറ്റ്ലി. ചില രാജ്യങ്ങളിൽ ഇത് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്. ജപ്പാൻ പോലെ രാജ്യങ്ങളിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞ എല്ലാ ആൾക്കാർക്കും അന്യൂറിസം സ്കാൻ ആൻജിയോഗ്രാം എടുക്കും. കാരണം ഒന്ന്, ആ സമൂഹത്തിലത് പൊതുവെ വളരെ ഹൈ ആണ്. ഈവൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഒരു 100 പേർക്ക് വെറുതെ എടുത്താൽ 2 പേർക്ക് ഈ അന്യൂറിസം കണ്ടെത്താം. പക്ഷെ ആ അന്യൂറിസം ചിലപ്പം ജീവിതകാലം മുഴുവൻ പൊട്ടണമെന്നില്ല. എന്ന് പറഞ്ഞാൽ ചെറിയൊരു ബലൂൺ പോലെ വീർപ്പുണ്ടെങ്കിലും അത് പൊട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അറിയുന്ന മറ്റ് ചില ഘടകങ്ങളുണ്ട്. ഇതിൻ്റെ വലുപ്പവും 2 സെൻറ്റിമീറ്റർ കൂടുതലാണോ, ഇതിൻ്റെ ലൊക്കേഷൻ, പിന്നെ അതിൻ്റെ ഷേപ്പും ഒക്കെ വെച്ച്. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഇതുപോലെ സ്ട്രോക്ക്, ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് വരാനുള്ള സാധ്യത ഏതാണ്ട് അതേ പ്രായത്തിൽ വളരെ ഹൈ ആണ്. അപ്പോൾ ഒരു MRI ബ്രെയിനും വിത്ത് ആൻജിയോഗ്രാം നമ്മൾ എടുത്ത് നോക്കിയാൽ വളരെ നല്ലതാണ്. മുൻകൂട്ടി നമുക്ക് അതിനുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റും.